എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല വിവാദത്തിൽ LDF-ൽ കടുത്ത അതൃപ്തിയുമായി RJD. പദ്ധതിയുമായി ബന്ധപ്പെട്ട തീരുമാനം LDF-ൽ നിന്നുണ്ടായിട്ടില്ലെന്ന് RJD സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് വ്യക്തമാക്കി. മന്ത്രിതലത്തിൽ തീരുമാനമെടുത്തു. ഇത് ശരിയായ നടപടിയല്ലെന്നും വർഗീസ് ജോർജ് തുറന്നടിച്ചു. ഇപ്പോൾ ബ്രൂവറി അനുവദിക്കുന്നതിനാധാരമായ ഈ എക്സൈസ് പോളിസി LDF-ൽ വെച്ചിട്ടില്ല. LDF-ൽ വെക്കാതെ എങ്ങനെയാണ് ഒരഭിപ്രായം പറയുക? LDF-ൽ 11 രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആ LDF യോഗത്തിൽ അത് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഗുണവും തെറ്റും മേന്മകളും മനസ്സിലാക്കി നമുക്കൊരു കൺസിഡേർഡ് ഒപ്പീനിയൻ രൂപീകരിക്കാൻ സാധിക്കും. പക്ഷേ ഈ എക്സൈസ് പോളിസി LDF-ൽ വെക്കാതെ നേരെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുപോവുകയും മന്ത്രിതലത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് ശരിയായ നടപടിയല്ല. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇത് LDF അറിയാതെയുള്ള തീരുമാനമെന്നാണല്ലോ RJD വ്യക്തമാക്കുന്നത്. ഉന്മേഷ അങ്ങനെ തന്നെയാണ്. CPIയുടെ എതിർപ്പ്, ജനതാദളിൻ്റെ എതിർപ്പ്, മന്ത്രി കൃഷ്ണൻകുട്ടിയെ പോലും എതിർക്കുന്ന നിലപാട് ഒരു ഭാഗത്ത് സ്വീകരിക്കുമ്പോൾ RJDയുടെ സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് തന്നെ നേരിട്ട് LDF കൺവീനർക്കെതിരായാണ് അദ്ദേഹം പറയുന്നത്. LDF കൺവീനർ TP രാമകൃഷ്ണൻ നേരത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇതൊന്നും അറിയാത്തതല്ല. ഇത് കേവലം ഒരു ബ്രൂവറി വിഷയം മാത്രമല്ല, അത് LDF-ന്റെ മദ്യനയത്തിൻ്റെ കൂടി ഭാഗമാണ്. മദ്യനയം ആണെങ്കിൽ അത് LDF-ൽ ചർച്ച ചെയ്യണം. അത്തരത്തിലൊരു ചർച്ച നടന്നിട്ടില്ല എന്നാണ് ഈ വർഗീസ് ജോർജ് തുറന്നടിച്ചിരിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. LDF-ൽ ഇത്തരത്തിലൊരു പൊതു ചർച്ച നടന്നിട്ടില്ല. നിരവധി രാഷ്ട്രീയ പാർട്ടികൾ, 11 രാഷ്ട്രീയ പാർട്ടികളുള്ള ഒരു മുന്നണി കോർഡിനേഷൻ കമ്മിറ്റിയാണ്. അത് ഇതുവരെ വിളിച്ചിട്ടില്ല. അടിയന്തരമായി LDF വിളിച്ചു ചേർക്കണം. തിങ്കളാഴ്ച ഈ വിഷയം, ബ്രൂവറി വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര RJD യോഗം ചേരുന്നു. അതായത് ബ്രൂവറി വിഷയത്തിൽ 3 പാർട്ടികൾ ഇപ്പോൾ തുറന്ന എതിർപ്പുമായി. അതിൽ കടുത്ത അതൃപ്തി, ഇതുവരെ വന്ന പ്രതികരണങ്ങളിൽ കടുത്ത അതൃപ്തിയാണ് RJDയുടെ സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് പറഞ്ഞു വച്ചിരിക്കുന്നത്. എന്തായാലും വർഗീസ് ജോർജിന്റെ ഈ പ്രതികരണം വരും മണിക്കൂറുകളിൽ തന്നെ ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഉന്മേഷം, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.